സായിയെ വട്ടത്തിലങ്ങ് മൂഞ്ചിച്ചു കൊടുത്തു എന്ന് പറയാം നമ്മുടെ ജിൻഡോ. സായി അവിടെ സ്വന്തം ടീമിലുള്ള എല്ലാവരെയും സംസാരത്തിലൂടെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ മൈൻഡ് ഗെയിം നടത്തിക്കൊണ്ട് അവരെ കൃത്യമായി മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് സായിക്ക് അവിടെ സാധിച്ചു, ജിൻഡോയെ ഒഴിച്ച്. ജിൻഡോയും അതിൽ വീണിരുന്നു. എന്നിരുന്നാൽ പോലും ജിൻഡോയെ ഒഴിച്ച് എന്ന് തന്നെ പറയേണ്ടി വരും. എല്ലാവരുടെ അടുത്തും പവർ ടീമിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം. പവർ ടീമിനെ അധികാരത്തിൽ വന്നാൽ അവരെ നമുക്ക് കയറി ഭരിക്കാം. നമ്മുടെ ഔദാര്യം കൊണ്ടാണ് പവർ ടീം ആയത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവരെ കയറി ഭരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. പക്ഷേ ജിൻഡോയ്ക്ക് അപ്പോഴും അവിടെ ടണൽ ടീമിനെ സപ്പോർട്ട് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ജിൻഡോ ഇല്ലയോ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോഴും അവിടെ സായി പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഗെയിം കളിക്കാനല്ലേ വന്നത്? ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പവർ ടീം തന്നെ പവർ ടീമായി വന്നാലേ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻ സ്പേസ് കിട്ടുള്ളൂ, ഗെയിം കളിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുള്ളൂ. അങ്ങനെ ഗെയിം കളിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പവർ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ കുറച്ചൊക്കെ ഇങ്ങനെ വീണ പോലെയൊക്കെ ജിൻഡോ നിന്നിരുന്നു. പക്ഷേ ലാസ്റ്റ് ബിഗ് ബോസ് അവിടെ നിന്ന് നിങ്ങൾക്ക് പേഴ്സണലായി ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് മാറ്റി ചെയ്യണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞ വഴിക്ക് ജിൻഡോ നേരെ ഞാൻ ടണൽ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോ എഴുന്നേക്കായിരുന്നു. ഒരു മാരക ട്വിസ്റ്റ് തന്നെയായിരുന്നു അവിടെ നടത്തിയത്. ജിൻഡോ ഏത് ടീമിലുണ്ടോ ആ ടീം വിജയിച്ചു എന്നുള്ള കാര്യം ഷുവറാണ്. അതിൽ പിന്നെ യാതൊരു സംശയവും വേണ്ട. ജിൻഡോ അവിടെ പവർ ടീമിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പവർ ടീം വിജയിച്ചു. പിന്നെ അവിടെ വേറെ ഗെയിമിൻ്റെ ആവശ്യകതയില്ല. അവിടെ ജിൻഡോ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മനസ്സിലായ വഴിക്ക് അവിടെ പിന്നെ ടണൽ ടീമിന് വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ടണൽ ടീം വിജയിച്ചു കഴിഞ്ഞു. അവിടെ 2 തവണ 3 റൗണ്ട് മത്സരമായിരുന്നു എന്നുണ്ടെങ്കിൽ 2 റൗണ്ട് അവിടെ നടത്തേണ്ടി വന്നുള്ളൂ. 2 റൗണ്ടിലും നിഷ്പ്രയാസമായി അവിടെ ജിൻഡോ തന്നെയാണ് വിജയിച്ചത്. അവിടെ ബാക്കി ഒരുപാട് മെമ്പേഴ്സ് കൂടുതലും ടണൽ ടീമിൽ തന്നെയായിരുന്നു. ജിൻഡോൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ടീമിൽ തന്നെയായിരുന്നു മെമ്പേഴ്സിൻ്റെ എണ്ണവും കൂടുതൽ. ആളുകളുടെ ആൾബലത്തിൽ കുറവായിരുന്നു പവർ ടീമിലുണ്ടായിരുന്നത്. പക്ഷേ ആൾബലം കുറഞ്ഞാൽ പോലും ജിൻഡോ ഉള്ളപ്പോൾ പിന്നെ അവിടെ തോൽപ്പിക്കാനാവുമോ? അവിടെ സായിയെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂഞ്ചിച്ച് കളഞ്ഞു എന്ന് പറയും. സായിയുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം തകർത്തുകൊണ്ടാണ് അവിടെ ജിൻഡോ സ്വന്തം ടീമിനെതിരെ നിന്നത്. പിന്നെ ജിൻഡോയുടെ ഒരു കരച്ചിൽ നാടകം അവിടെ ഉണ്ടായിരുന്നു. ജിൻഡോ അവിടെ എന്നെ ഒറ്റപ്പെടുത്തരുത്, എനിക്ക് ഇമോഷണലി അവിടെ ഋഷിയുടെ അടുത്തും ജാൻമണിയുടെ അടുത്തും എനിക്ക് അവരെ പോവാതിരിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോ അവിടെ മറ്റൊരു ഗെയിമും നടത്തി. എന്തായാലും ജിൻഡോ ഇന്നത്തെ എപ്പിസോഡ് തൂക്കിയെന്ന് പറയാം. എപ്പിസോഡ് പൊളിച്ചടുക്കിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിൻഡോ തന്നെ. ജിൻഡോനെ തോൽപ്പിക്കാൻ ആവില്ല എന്ന് ജിൻഡോ വീണ്ടും പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ശക്തിയുടെ കാര്യത്തിൽ, ഗെയിമിൻ്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ജിൻഡോ അപാരം തന്നെയാണ്.